നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹിയിലെ നീറ്റ് എക്സാമിനെ തുടർന്നുണ്ടായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CJP പാർട്ടി കുട്ടികളുമായി ചേർന്ന് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയും അവർക്ക് ഒരു അനുകൂലമായൊരു വിധി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളെയും ആ ഒരു സംഘടനയെ സപ്പോർട്ട് ചെയ്ത് ആ കുട്ടികളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ, സെലിബ്രിറ്റീസും സാധാരണ ജനങ്ങളും ഒരുപാട് ആൾക്കാർ ഡൽഹിയിലേക്ക് പോവുകയും അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അവർക്ക് പോസ്റ്റ് ഇടുകയും വീഡിയോ ഇടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സപ്പോർട്ട് രേഖപ്പെടുത്തിയ ഒരാളായിരുന്നു പേളി മാണി. ആ പേളി മാണി അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പേളി മാണിക്ക് ഇഷ്ടം പോലെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേളി മാണി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ സാധാരണ ക്ലാരിഫിക്കേഷൻ വീഡിയോ വരുമ്പോൾ കുറച്ചൊക്കെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് മാറി പോസിറ്റീവിലേക്ക് വരേണ്ടതാണ്. പക്ഷേ പേളിയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നപ്പോഴേക്ക് പേളിയെ വീണ്ടും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുകയായിരുന്നു ചെയ്തത്. പേളി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ പേളിക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറഞ്ഞു, ഒരുപാട് ഹെയ്റ്റ്സ് വന്നു. അതായത് പേളി എന്ന് പറയുന്നത് നമുക്ക് ബിഗ് ബോസ് തൊട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു അവതാരികയായിട്ട് പേളിയെ നമുക്ക് അറിയാമായിരുന്നു. പിന്നെ ബിഗ് ബോസിൽ വന്നു, പിന്നെ പേളി സ്വന്തമായിട്ട് ചാനലും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അവരുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ വഴിത്തിരിവുകളും പേളി പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരത്തിയുടെ പ്രതികരണം വളരെ മോശമായി പോയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരോട് പറഞ്ഞത് നിങ്ങൾ അടിയും വഴക്കമൊന്നും ഉണ്ടാക്കാൻ അവിടെ നിൽക്കേണ്ട, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് വിദ്യാർത്ഥികളുടെ ജീവനെ കുറിച്ചുള്ള ചിന്തയിൽ അവർക്ക് ആശങ്കയുണ്ടായി, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയണമെന്നാണ് പറയുന്നത്. അപ്പം പേളിമാണി ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരികയും സംവിധായകൻ സിബി മലയിലിന്റെ മകൻ അതിനെതിരെ ഒരു കമന്റ് ഇടുകയും ചെയ്തു. ആ കമന്റ് ഇട്ടപ്പോൾ പരാജയപ്പെട്ട സംവിധായകന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് പേളിമാണി ഇദ്ദേഹത്തിനെ സംബോധന ചെയ്തുകൊണ്ട് റിപ്ലൈ ഇടുകയും പിന്നെ ആരൊക്കെ പേളിമാണിക്കെതിരെ കമന്റ് ഇടുന്നു അവരെ എല്ലാം ബ്ലോക്ക് ചെയ്യുകയും അവസാനം കമന്റ് ബോക്സ് ഓഫ് ആക്കി പോകേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇതിനെതിരെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നപ്പോൾ കേരളത്തിലെ മലയാളികൾക്കാർക്കും ഇംഗ്ലീഷ് വായിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും കഴിവില്ലാത്തതുപോലെ പേളി തന്റെ പോസ്റ്റിലുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് വായിക്കുന്നു, അതിന്റെ അർത്ഥം പറയുന്നു, വായിക്കുന്നു, അർത്ഥം പറയുന്നു. അതിൽ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കുറെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തു. ഇതൊക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഏറി നിൽക്കുന്ന അവസ്ഥയിൽ പേളി എന്ത് ചെയ്താലും അതിന്റെ എന്താ പറയുന്നത് A to Z ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കും. അതിനകത്ത് തന്നെ അവരുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ തന്നെ വന്നിരിക്കുന്നത് നമ്മൾ പേളിമാണി വളരെ കൂളായിട്ട് വളരെ എന്താ പറയുന്നത് ചില്ലായിട്ട് നിൽക്കുന്ന പേളിമാണി ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായിട്ട് അവർ വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും. ഇത് സത്യസന്ധമായ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് വന്നത്. അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നതിന് ശേഷം അതിനടിയിലേക്ക് താഴേക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. അതായത് ആ 1.1 മില്യൺ വ്യൂസ് ആ ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്ക് ഇന്ന് വരെ ആയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20K കമന്റ്സുകൾ തന്നെ വന്നിട്ടുണ്ട്. അത് അത്രയും തന്നെ ഒന്ന് ആലോചിച്ച് പോകണം. അതിൽ കമന്റ്സുകൾ നമുക്ക് വായിക്കാവുന്നതിന് അത്രത്തോളം നമ്മൾ വായിച്ചു. പക്ഷെ വായിക്കാവുന്നതിനകത്ത് ഒന്നിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റും കാണാൻ കഴിഞ്ഞില്ല. ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കൊണ്ട് പോസിറ്റീവ് ആക്കാം എന്ന് വിചാരിച്ച കാര്യം കൂടുതൽ വഷളായി പോവുകയാണ് ചെയ്തത്. അപ്പൊ മീഡിയ വണ്ണിൽ വന്ന ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നടന്ന CJP സമരത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ് താരം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തതോടെ സംഭവബഹുലമായിട്ടുണ്ട് കാര്യങ്ങൾ. വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് താൻ പങ്കുവച്ചതെന്നാണ് പേളിയുടെ ന്യായീകരണം. സിബി മലയിലിന്റെ മകൻ സിബി മലയിലടക്കം പേളിയെ വിമർശിച്ച് രംഗത്തെത്തി. പരാജയപ്പെട്ട സംവിധായകൻ എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചാണ് പേളി അതിലുള്ള രോഷം തീർത്തത്. അതോടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കുറഞ്ഞു. എല്ലാം അതുകൊണ്ടുകൂടി ആയിരിക്കില്ല ഈ മലക്കം മറിച്ച്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കാര്യം അവർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പെട്ടെന്നുണ്ടായ ആ ഒരു സന്ദർഭത്തിൽ തനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ഇതാണ് കുട്ടികൾക്കെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോൾ കണ്ട ആ ഒരു രംഗങ്ങൾ സഹിക്കാൻ വയ്യാതിട്ടാണ് താൻ പറഞ്ഞത് ജീവനാണ് വലുത്, അതുകൊണ്ട് ബാക്കിയെല്ലാം പിന്നെ എന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ അത് ഇന്നവർ വിശദീകരിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവർ ചെല്ലുന്നത് പഴയ പൊസിഷനിലേക്ക് തന്നെയാണ്. അത് മുഴുവൻ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവർ ഈ പറയുന്ന പിന്നെ പുതിയൊരു സംഗതി
അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അതല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ കുറെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്നും വെച്ചിട്ടൊന്നും നല്ല ഒരു ഇൻഫ്ലുവൻസർ ആകണമെന്നില്ല. കാരണം ഇപ്പോ പേളിമാണി ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുവന്നു. ആ ഇമേജ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പൊളിഞ്ഞു പോവുകയാണെന്ന് പറയാം. പേളിമാണി ഇട്ട ക്ലാരിഫിക്കേഷൻ വളരെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ചാനൽ കണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഒരു ചെറിയ ഒരു കുറച്ച് ഭാഗം ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നു. പേളിമാണി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നതിന്റെ പിന്നിൽ നമുക്ക് പറഞ്ഞ തർജിമ ചെയ്യുന്ന രീതി, തർജിമ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇംഗ്ലീഷ് വായിക്കുന്നു, അതിന്റെ മലയാളം പറയുന്നു. കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് വായിക്കാനും അതിന്റെ മലയാള അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ കഴിവുണ്ട്. പിന്നെ അത്രയ്ക്ക് പേളിമാണിക്ക് ഇങ്ങനെ വളരെ ഞാൻ അങ്ങനല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പേളിമാണി ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഒരു 5 മിനിറ്റ് വീഡിയോ എടുത്തിടാമായിരുന്നില്ലേ? അത് കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വരത്തില്ലായിരുന്നല്ലോ. എനിക്ക് കാവ്യാണ് ഇഷ്ടം, ദേശീയ പതാകയുടെ കളറിൽ എനിക്ക് കാവ്യാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊന്നും ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെയൊന്നും കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ആവശ്യം ഇല്ലാത്ത ഭാഗത്ത് അത് പറയുകയും ചെയ്തു. പറഞ്ഞെങ്കിൽ ഇപ്പോ ഓരോ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഓരോ വ്യക്തിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി ഏതാണെന്ന് പാർട്ടിക്ക് അനുകൂലിക്കാനും അത് തുറന്നു പറയാനും അവർക്ക് വോട്ട് ചെയ്യാനും അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള എല്ലാ സർവ്വ അവകാശങ്ങളും നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ പേളിക്ക് ആ ഒരു പർട്ടിക്കുലർ പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു, അവിടെ എഴുതി ശരി, ഇനി അത് അങ്ങനല്ല, എനിക്ക് എല്ലാ പാർട്ടിയോടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറ ഇത്രയും ഷാർപ്നെസ്സോട് കൂടി നിൽക്കുന്ന ഈ പുതിയ തലമുറ അവരുടെ പ്രവർത്തന രീതി എന്താണെന്ന് ഈ ഒരു പരിപാടിയിലൂടെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നതിന് ശേഷവും വീണ്ടും അവിടെ വന്നിരുന്ന് ഈ ക്ലാരിഫിക്കേഷൻ നടത്തി ഉരുണ്ട് മറഞ്ഞ് പെരണ്ട് വീണ്ടും മണ്ണ് പറ്റിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിയോട്, ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പാർട്ടിയോട് തനിക്ക് ആരാധനയുണ്ട് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ തന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അവരോടൊപ്പം നിൽക്കാനാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ അവരെ എനിക്ക് ഇഷ്ടമാണ്, അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെങ്കിൽ, എന്തോ ആയിക്കോട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞു. അതിന് സ്വാതന്ത്ര്യമുണ്ട് പേളിമാണി, പിന്നെ തിരുത്തി പറയേണ്ട ആവശ്യമില്ല. അത് തന്നെ കുറെ നെഗറ്റീവ് പേളിമാണിക്കെതിരെ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ. കമന്റ്സിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നറിയാം. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവും പേളിമാണി എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിനും ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു രഞ്ജിനി ഹരിദാസിന്. നമുക്കറിയാം അവരുടെ ആർക്കും എന്നല്ല കുറേയേറെ പേർക്ക് അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടമല്ലാത്ത അവർക്ക് നെഗറ്റീവായിരുന്നു. ടോട്ടലി അവർ കുറെ ഒരു 60% അവർ നെഗറ്റീവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർ വളരെ മാന്യമായിട്ട് ഈ സംഭവത്തിൽ ഉൾപ്പെടുകയും അതിൽ ഭാഗഭാക്കാവുകയും അവരുടെ ആ നെഗറ്റീവ് മാറി അവർ വളരെയധികം പോസിറ്റീവ് ഒക്കെ ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനു അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ അതായത് ഈ ഒരു പർട്ടിക്കുലർ സംഘടനയുടെ ക്ഷോഭം അവസാനിച്ചതിന് ശേഷം അവരുടെ പാർട്ടി വേറെ, അതായത് ഇതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളും പാർട്ടികളും ഒക്കെ വേറെ രീതിയിലാണ് നടത്തിയത്. ഏതൊക്കെയോ ഇവിടുന്നൊക്കെയോ വിദേശ ഫണ്ടുകളോ മറ്റോ അങ്ങനെയൊക്കെ സ്വാധീനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവർ ഒരു പ്രക്ഷോഭത്തിനിറങ്ങി അവർ മാക്സിമം 10-33 ദിവസത്തോളം അവർ നിരാഹാരവും അല്ലാതുള്ള സത്യാഗ്രഹങ്ങളും അവർ മാക്സിമം ജീവിച്ച കുട്ടികളാണ്. അപ്പം അവർക്ക് അതിൻ്റെ ആഘോഷം വരുമ്പോൾ അത് പ്രക്ഷോഭത്തിൽ ഏതറ്റം വരെ, ഏത് എക്സ്ട്രീം വരെ സഹിക്കാമോ അത്രയും സഹിച്ചു കിടന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ആ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ എക്സ്ട്രീമിൽ അവർ ആഘോഷിക്കാനും പോകും ഇല്ലേ? എക്സ്ട്രീം വരെ അവർ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള ദോഷങ്ങൾ അനുഭവിച്ച ആൾക്കാർ അതിൽ വിജയിച്ചു കഴിയുമ്പോൾ ഏറ്റവും എക്സ്ട്രീമിലുള്ള ആഘോഷ പരിപാടികളും അവർ ആസൂത്രണം ചെയ്യും. അതിനകത്തൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ? ആണ് പറയുന്നത് അവരുടെ ആവശ്യങ്ങളെ, അതായത് ഈ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളുടെ ആവശ്യങ്ങളെ വേറെ ഏതോ ആൾക്കാർ വന്ന് ഹൈജാക്ക് ചെയ്തിട്ട് അവരെന്തൊക്കെയോ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമ്മളെ സാധാരണക്കാരുടെ വീടുകളിൽ നിന്നൊക്കെ നീറ്റ് എക്സാം ഒക്കെ എഴുതാൻ വിടുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ. ഒരു സാധാരണ പേരൻസ് അവരുടെ മക്കൾ ആദ്യം ഒന്ന് എൻട്രൻസിൽ അറ്റൻഡ് ചെയ്ത് കിട്ടാതെ വരുമ്പോൾ അവർ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു
പ്രൈവറ്റ് ഏജൻസിയിലൊക്കെ പഠിപ്പിക്കാൻ വിട്ടല്ലേ ഓൺലൈൻ കോഴ്സൊക്കെ എടുത്ത് പഠിപ്പിച്ച് അവർ വീണ്ടും ഈ ഇത്രയും ഒരു കുട്ടിയുടെ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 2-3 വർഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത്രയും സാധാരണക്കാരായാലും കാശുള്ളവരുടെ വീട്ടിലെ കുട്ടികളായാലും അത്രയും അവരുടെ സമയം പോകുന്നുണ്ട്. അവരുടെ സാധാരണക്കാരാണെങ്കിൽ അവർ സാമ്പത്തികമായി എത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ബുദ്ധിമുട്ടിയിട്ടും ഇങ്ങനെ ഒരു എക്സാം വരുമ്പോൾ, ആ ഒരു നീറ്റ് എക്സാം വരുമ്പോൾ അത് വർഷങ്ങളായി തന്നെ ഇതിങ്ങനെ ഓരോ തരത്തിലും പ്രശ്നങ്ങൾ നേരിടുന്നു. അതിന് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പരിപാടി അതിനെ ഓവർകം ചെയ്യാനായിട്ടൊരു പരിപാടികളൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ കുട്ടികൾക്ക് വേറൊരു മാർഗമില്ല. അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിലൊന്ന് അവസാനിപ്പിക്കാൻ അവർക്കൊരു മാർഗമില്ലാതിരുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയത്. ആ കുട്ടികളോട് തിരികെ പോകാനും അവരോട് നിങ്ങൾ ഇതെല്ലാം നിർത്തിപ്പോകൂ, നിങ്ങളെ ജീവൻ സുരക്ഷിതമാക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആ കുട്ടികൾ പറയുന്നത് കേൾക്കാൻ പോലും സന്നദ്ധമായ ഒരു അവസ്ഥയിലല്ല കുട്ടികൾ അവരുടെ പേരൻസും ഒക്കെ നിൽക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പോയാൽ മാത്രമേ അവരുടെ 1 വർഷവും അല്ലെങ്കിൽ 1-2 വർഷവും അവരുടെ സമയവും അവരുടെ പ്രഷർ, പഠിക്കുന്ന സമയത്തുള്ള പ്രഷർ, അവരുടെ ടെൻഷൻ, കുട്ടികൾ അനുഭവിക്കുന്ന പ്രഷർ, വീട്ടുകാർ അനുഭവിക്കുന്ന പ്രഷർ, ഇതൊക്കെ അവരവരുടെ കുടുംബത്തിൽ നിന്ന് വന്നാൽ മാത്രമേ അവർക്കത് ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഈ കമന്റുകളിൽ മൊത്തവും പറഞ്ഞിരിക്കുന്നത്. പേളിമാണിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ പേളിമാണിയുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ നീറ്റ് എക്സാം എഴുതുന്ന ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പേളിമാണി ഈ കുട്ടിയെ പ്രക്ഷോഭത്തിന് വിടത്തില്ലായിരിക്കും. കുട്ടികളെ ഇങ്ങനൊരു രീതിയിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് ആയിരിക്കുമോ പേളിമാണിയുടെ സപ്പോർട്ടിങ്സ് എന്നാണ് ഈ കമന്റുകളിലുടനീളം ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും നമ്മുടെ കുട്ടികളെയും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അവർക്ക് തിരിച്ചറിയാനും അവർക്കെതിരെ കർശനമായ തീരുമാനങ്ങൾ എടുക്കാനും ചടപടയുന്ന കുട്ടികൾ തീരുമാനം എടുക്കുന്നതെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തെറ്റ് അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നുണ്ട്, തെറ്റിന് കൂട്ടു നിൽക്കുന്നവരെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ പ്രതികരണ ശേഷി വളരെ വലുതാണെന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.